ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷെക്കേന കുടുംബത്തെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥം ഈ ശുശ്രൂഷയുടെ 2ാം ദിനത്തിലെ ശുശ്രൂഷകളിലേക്ക് നിങ്ങളേവരെയും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഒരു കുടുംബമായി നമ്മെ കർത്താവ് വിളിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ്. തൻ്റെ പരിശുദ്ധ വചനത്താൽ നമ്മെ മുദ്ര ചെയ്യാനും തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അഭിഷേകമുഖരിതമാക്കാനും സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനോട് നന്ദിയുള്ളവരാകാം. 49-ാം സങ്കീർത്തനം 17-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോകുകയില്ല, അവൻ്റെ മഹത്വം അവനെ അനുഗമിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന ആലോചന എന്താണ്? ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചാണ്. നമ്മൾ ആര് തന്നെയാണെങ്കിലും, ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും നമ്മെ അനുഗമിക്കുകയില്ല. നാം എല്ലാം ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. ഈ ലോകത്തിൽ നമ്മൾ നേടിയതും സമ്പാദിച്ചതുമായ സകലതും ഇവിടെ ഇട്ടേച്ച് നമ്മൾ നമ്മുടെ ശാശ്വത ഭവനത്തിലേക്ക് പോകണം. ഒരു മുട്ടുസൂചി വരെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. വ്യക്തമായി പരിശുദ്ധ വചനം പറയുന്നു, അവൻ്റെ മഹത്വം അവനെ അനുഗമിക്കുകയില്ല. മനുഷ്യൻ മർത്യനാണ്, മരണമുള്ളവനാണ്. ഈ ലോക ജീവിതത്തിൻ്റെ നശ്വരത മനസ്സിലാക്കി കർത്താവിനോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ അഭിഷേകം ഇറങ്ങണം. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ തലമുറകൾ കർത്താവിൻ്റെ സ്വന്തമാണ്. ദൈവം നമുക്ക് ദാനമായി തന്ന നമ്മുടെ മക്കൾ, തലമുറകളെല്ലാം നമ്മുടെ കർത്താവിൻ്റെ ചങ്കിലെ ചോര കൊണ്ട് കഴുകി ശുദ്ധീകരിക്കപ്പെടണം. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഒരു വലിയ ദൗത്യം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് ആ ദൗത്യം? ഈ തലമുറയ്ക്ക് നിത്യതയുടെ വെളിച്ചം പകർന്നു കൊടുക്കുക, നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ ഈ തലമുറയെ പരിശീലിപ്പിക്കുക. ഇത് സ്വർഗം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യമാണ്. യൂദായുടെ ലേഖനം 1-ാം അധ്യായം 21-ാം വചനത്തിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. ഈ വചനത്തിലൂടെ 3 കാര്യങ്ങൾ ആത്മാവ് നമ്മൾ അറിയിക്കുകയാണ്. ഒന്നാമതായി, നിത്യജീവിതത്തിനായി നമുക്ക് നിത്യമായ ഒരു ജീവിതമുണ്ട്. നമ്മുടെ കർത്താവിനോടൊപ്പം നമുക്കൊരു നിത്യതയുണ്ട്. ഹല്ലേലൂയ, ഇറ്റേണൽ ലൈഫ്, നിത്യമായ ഒരു ജീവിതം. ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു കടങ്കഥയല്ല, ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാവന സൃഷ്ടിയോ മിഥ്യാധാരണയല്ല. ഇത് കർത്താവിൻ്റെ സത്യവചനമാണ്. ഇത് പരിശുദ്ധ സഭയുടെ സത്യപ്രബോധനമാണ്. നമുക്ക് നിത്യമായ ഒരു ജീവിതമുണ്ട്. 2ാമത് ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, കർത്താവായ യേശുവിൻ്റെ
കാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കുക. നമ്മൾ ഉറ്റുനോക്കേണ്ടത് ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്കല്ല, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്കല്ല. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഈ ജീവിതം നമുക്ക് ദാനമായി തന്ന കർത്താവിന്റെ തിരുമുഖത്തേക്ക് നമ്മൾ നോക്കണം. പ്രത്യാശയോടെ നോക്കണം, ആനന്ദത്തോടെ നോക്കണം. ദൈവ കാരുണ്യത്തിന്റെ ജീവിതങ്ങളായി നമ്മൾ മാറ്റപ്പെടും. കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കുക. മൂന്നാമത് ആത്മാവ് നമ്മെ അറിയിക്കുകയാണ്, ഈ ലോകത്തിന്റെ കറയിലും കളങ്കത്തിലും ഉൾപ്പെടാതെ, ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നമ്മുടെ ആത്മാവ് നശിച്ചു പോകാതെ ദൈവ സ്നേഹത്തിൽ നാം നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കുക. കർത്താവിന്റെ സ്നേഹത്തിന്റെ പരിമളങ്ങളായി, കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ സൗരഭ്യങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ നാം അവിടുത്തെ മഹത്വത്തിൽ സൂക്ഷിക്കുന്നവരാകുക. എൻ്റെ സഹോദരങ്ങളെ, ഈ ജീവിതം നഷ്ടപ്പെട്ടു പോകരുത്. ഈ ജീവിതത്തിന് ഒരുപാട് വിലയുണ്ട്. ഇത് കർത്താവിന്റെ ജീവന്റെ വിലയാണ്, അവന്റെ പരിശുദ്ധ രക്തത്തിന്റെ വിലയാണ് എന്റെയും നിന്റെയും ജീവിതം. ഇതിന് ഒത്തിരി ഒത്തിരി വിലയുണ്ട് സഹോദരങ്ങളെ. ദൈവ സ്നേഹത്തിൽ നാം നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കണം. കർത്താവിന്റെ സ്നേഹത്തിന്റെ ഒരു പൊതിച്ചൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം, നമ്മുടെ മക്കളിൽ ഉണ്ടാകണം, നമ്മുടെ സഭാ സമൂഹങ്ങളിലും തലമുറകളിലെല്ലാം ഈ ദൈവ സ്നേഹത്തിന്റെ ചൈതന്യം വ്യാപരിക്കണം. നമ്മൾ അതിനു വേണ്ടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ആഗ്രഹത്തോടെ ആരെല്ലാം ആത്മാവിനെ വിളിക്കുന്നുവോ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നവനാണ് പരിശുദ്ധാത്മാവ്. അനേകം ഭവനങ്ങളിലേക്ക് ആത്മസാന്നിധ്യം ഇറങ്ങുന്നു. പതിനായിരങ്ങളെ ആത്മശക്തിയാൽ കർത്താവ് പൂരിതമാക്കുന്നു. ഓ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, തലമുറകളെ ശുദ്ധീകരിക്കണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുച്ചോരയാ തലമുറകളെ കഴുകണമേ. സമർപ്പിത സമൂഹങ്ങളെ ഉണർത്തണമേ. തിരുസഭയെ നവീകരിക്കണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. അതരം തുറന്ന്, ഹൃദയം തുറന്ന്, ഒരു മനസ്സോട് ഒന്നിച്ച് ഒരു കുടുംബമായി നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആത്മാവേ, 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 ദൈവത്തിന്റെ റൂഹായേ, നിത്യജീവന്റെ ചൈതന്യമായി, ദൈവവചനത്തിന്റെ അഭിഷേകമായി, ദൈവകൃപയുടെ നിറഞ്ഞൊഴുക്കായി ആത്മാവേ വരണമേ. Come Holy Spirit, come Holy Spirit. പതിനായിരങ്ങളെ തൊടുക, ജനലക്ഷങ്ങളെ ജ്വലിപ്പിക്കുക. Spirit move. കെട്ടുപാടുകൾ പൊട്ടട്ടെ, ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറി പോകട്ടെ, അന്ധകാര പീഡകൾ ചിതറിക്കപ്പെടട്ടെ, സാത്താൻ കോട്ടകൾ പൊട്ടട്ടെ, പിശാചിന്റെ സകല പിടികളും അണിയട്ടെ. ദൈവജനം ആത്മാവിൽ നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ. Mighty power, mighty anointing, mighty anointing, mighty anointing. അനേകം ജീവിതങ്ങളിലേക്ക് ഒഴുകട്ടെ. സഹോദരങ്ങളെ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ, കർത്താവിന്റെ കരം പിടിച്ച് നടക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നിച്ചു പാടി ആരാധിച്ച് We worship Lord. കരങ്ങളെ യാചനാപുരം തുറന്നു പിടിച്ച് ആമേൻ, ആമേൻ. ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ച് ആമേൻ. ആരോടും കൂടെ നമ്മുടെ യാത്ര. ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി
യാത്ര ചെയ്യും. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്ന കർത്താധികർത്തന് പിന്തുടർന്നിടും. നമ്മുടെ സുപ്രീം പ്രയോറിറ്റി നമ്മുടെ കർത്താവാണ്, നമ്മുടെ ഈശോയാണ്. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാൽ കർത്താധികർത്തന് ഇത് നമ്മുടെ ഉറച്ച തീരുമാനമാണ്. ആമേൻ, ആമേൻ. കർത്താവേ, പിന്തുടർന്നിടും. ഈ അഭിഷേകത്തിനായി ഇരു കരങ്ങൾ ഉയർത്തി കർത്താവേ കൃപ തരണമേ, കൃപ തരണമേ. വ്യക്തിപരമായി, കുടുംബമായി, കൂട്ടായ്മയായി ഞങ്ങൾക്ക് കൃപ തരണമേ, അഭിഷേകം തരണമേ. ആഗ്രഹിച്ചുകൊണ്ട് ഒറ്റ വിളി യേശുവേ. ആയിരങ്ങളിലേക്ക് തീയിറങ്ങട്ടെ. ഫയർ ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ തീ, തീ ആയിരങ്ങളിൽ പടരട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ. കഷ്ടത പട്ടിണി ഏറിടുമ്പോൾ, ആപത്തു നാളുകൾ വന്നിടുമ്പോൾ, എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്. എന്നെ വിളിച്ച എന്റെ ഈശോ കാൽവരിനാഥനെ ഓർത്തിടും ഞാൻ. കനിവുള്ള കരങ്ങളെ താങ്ങിടും. ആമേൻ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, കനിവുള്ള കരങ്ങളെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ക്രിസ്തീയ ജീവിത പാതയിൽ കർത്താവുമായി യാത്ര ചെയ്യും. ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാൽ കർത്താധികർത്തനെ പിന്തുടരും. അവസാന ശ്വാസം വരെ ഞാൻ എന്റെ കർത്താവിനെ അനുഗമിക്കും. ഞാൻ എന്റെ ഈശോയെ സ്നേഹിക്കും. ഞാൻ എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തു. പിന്തുടർന്നിടും. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാൽ കർത്താധികർത്തനെ പിന്തുടർന്നിടും. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാലും കർത്താധികർത്തനെ പിന്തുടർന്നിടും. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മോട് വിശ്വസ്തത പുലർത്തുന്ന നമ്മുടെ കർത്താവിനെ ഹൃദയം തൊട്ട് വിളിക്കുന്നു. യേശുവേ, കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാലും കർത്താധികർത്തനെ പിന്തുടർന്നിടും. ഇത് നമ്മുടെ ഉറച്ച തീരുമാനമാകട്ടെ. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാലും കർത്താധികർത്തനെ പിന്തുടർന്നിടും. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. തിരുസാന്നിധ്യത്തിനായി നിങ്ങളുടെ സ്നേഹത്തിനായി നന്ദി. അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന വിശ്വസ്തതയ്ക്കായി നന്ദി. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നതിനായി നന്ദി. താങ്ക് യു ജീസസ്. പരിശുദ്ധമ്മ മാതാവേ, ഞങ്ങളുടെ പൊന്നു അമ്മേ, വചനത്തിന്റെ അമ്മേ, നിത്യജീവന്റെ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഈശോയ്ക്ക് മാത്രം കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. കർത്താവേ നന്ദി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യത്തിന് മുൻപിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. അവിടുത്തെ മഹത്വം നമ്മുടെ മേലിറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ
ദൈവസ്നേഹത്തിൻ്റെ അനുതാപത്തിൻ്റെ ചൈതന്യം വ്യാപരിക്കും. ഈ സമയം അനേകം ആത്മാക്കളിലേക്ക് തൻ്റെ സാന്നിധ്യം കർത്താവ് പകരുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഗ്നി സാന്നിധ്യത്താൽ 10,000 കർത്താവ് ചൂട് പിടിപ്പിക്കുന്നുണ്ട്. സ്വർഗം തരുന്ന ഈ നവമായ അഭിഷേക സാന്നിധ്യം അനുഭവിച്ച് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. 17-ാം സങ്കീർത്തനം 14-ാം വചനത്തിൽ സങ്കീർത്തകൻ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് അങ്ങയുടെ കരമെന്നെ രക്ഷിക്കട്ടെ. അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് അവരുടെ വയർ നിറയട്ടെ. നമുക്ക് വേണ്ട വചനം ഇതിൻ്റെ ആദ്യ ഭാഗത്തുണ്ട്. ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് കർത്താവേ അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. എത്ര ജ്ഞാനത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ്! ഈ തലമുറയുടെ വലിയ വിപത്തെന്ന് പറയുന്നത് നിത്യതയുടെ വെളിച്ചം കെട്ടുപോയതാണ്. ഇന്ന് അനേകം ആത്മാക്കള് നിത്യജീവനിൽ വിശ്വസിക്കുകയോ നിത്യജീവന്റെ പ്രത്യാശയിൽ ജീവിക്കുകയോ ചെയ്യുന്നില്ല. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വലിയൊരു വേദന എന്ന് പറയുന്നത് നമ്മുടെ ആത്മാക്കൾക്ക് സംഭവിക്കുന്ന നാശമാണ്. ഇന്ന് അനേകം ജീവിതങ്ങളെ നോക്കി, നമ്മുടെ കുടുംബങ്ങളെ നോക്കി, നമ്മുടെ തലമുറകളെ നോക്കി കർത്താവ് സങ്കടപ്പെടുകയാണോ അതോ സന്തോഷിക്കുകയാണോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട സമയമാണിത്. എന്താണ് ഈ തലമുറയുടെ പ്രത്യേകത? സങ്കീർത്തകൻ പ്രവചനാത്മാവിൽ പങ്കുവെക്കുകയാണ്: ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന ഈ തലമുറയിൽ നിന്ന് കർത്താവേ എന്നെ രക്ഷിക്കണമേ. നിലവിളിയോടെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും ജോബിന്റെ പുസ്തകം 21-ാം അധ്യായം 14-ാം വചനത്തിലോട്ട് വരുമ്പോൾ പരിശുദ്ധ വചനം പറയുന്നു, അവർ ദൈവത്തോട് പറയുന്നു, ഞങ്ങളെ വിട്ടുപോവുക, അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്താണ് ഈ തലമുറ ദൈവത്തോട് പറയുന്നത്? ദൈവമേ ഞങ്ങളെ വിട്ടുപോവുക. ദൈവത്തെ ആവശ്യമില്ലാത്തൊരു തലമുറ, പലപ്പോഴും ദൈവത്തെ ബാധ്യതയായി കാണുന്ന ഒരു കാലഘട്ടം. ദൈവിക സത്യങ്ങളെയോ സുവിശേഷ മൂല്യങ്ങളെയോ കർത്താവ് നമ്മെ പഠിപ്പിച്ച സത്യപ്രബോധനങ്ങളെയോ ഉൾക്കൊള്ളുവാനോ സ്നേഹിക്കുവാനോ കഴിയാതെ ഈ ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ ബന്ധിതരായി ദൈവത്തെ തള്ളിക്കളയുന്ന ഒരു കാലഘട്ടം. അവർ പറഞ്ഞു, ദൈവമേ ഞങ്ങളെ വിട്ടുപോവുക. നിന്റെ മാർഗങ്ങൾ അറിയാൻ, നിന്റെ വഴികൾ അറിയുവാൻ, നിന്റെ വചനത്തിൻ്റെ സത്യങ്ങൾ സ്വന്തമാക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ദൈവത്തെ തള്ളിക്കളയുന്ന ഒരു തലമുറയുടെ ചിത്രമാണ് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് വലിയൊരു ദൗത്യമുണ്ട്, ഒരു മഹാദൗത്യം. എന്താണ് ആ ദൗത്യം? ഈ തലമുറയെ നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിക്കുവാനായി നാം അവരെ പരിശീലിപ്പിക്കുക. നിത്യജീവന്റെ ദർശനം ഈ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക. പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറയുന്ന മനോഹരമായൊരു വചനമുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വചനം. വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക.
നിത്യജീവനെ നീ മുറുകെ പിടിക്കുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പൗലോസ്ലീഹ ആത്മാവിൽ നിറഞ്ഞ് തിമോത്തിയോട് പറയാ, എൻ്റെ മകനെ, നീ സത്യവിശ്വാസത്തിന് വേണ്ടി നല്ല പോരാട്ടം നടത്തുക. ഈ ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിക്കുക, മുറുകെ പിടിച്ച് ജീവിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ തലമുറയെ പരിശീലിപ്പിക്കേണ്ടത്, നമ്മുടെ മക്കളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട അഭിഷേകമാണ് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കണം, ഈ കാലഘട്ടത്തെ പരിശീലിപ്പിക്കണം, നമ്മുടെ തലമുറകളെ പരിശീലിപ്പിക്കണം. ഈ ഒരു ദൈവ നിയോഗം പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും നൽകുകയാണ്. വെളിപാട് 21-27 നമ്മൾ കണ്ടു. ഇന്നലെ നമ്മൾ അത് വചനത്തിൽ നിന്ന് പഠിച്ചതാണ്. കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥം. നമ്മുടെ പേരുകൾ എവിടെയെല്ലാം എഴുതപ്പെട്ടാലും കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ നമ്മുടെ പേര് എഴുതപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ദുരിതം. നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ നാശവും ദുരന്തവും എന്ന് പറയുന്നത് ഈ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാതെ പോകുന്നതാണ്. അവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടും, അതിലൊരു സംശയവുമില്ല. പരിശുദ്ധ വചനം, പരിശുദ്ധ സഭ അത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ പ്രധാനപ്പെട്ട 2 സ്വഭാവങ്ങൾ. ഒന്ന്, നമ്മുടെ കർത്താവ് കാരുണ്യവാനാണ്, കരുണാമയനായ ദൈവമാണ്. നമ്മുടെ തലമുറകളോടും നമ്മുടെ ജീവിതങ്ങളോടും നമ്മുടെ പാപങ്ങളെല്ലാം അവഗണിച്ച് നമ്മോട് കാരുണ്യം കാണിക്കുന്ന കാരുണ്യദാതാവായ ദൈവം. എന്നാൽ ഒപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് നീതിമാനായ ദൈവമാണ്. നീതിമാനായ ദൈവം, അവൻ നീതിയുടെ രാജാവാണ്. നമ്മുടെ യേശു നീതിയുടെ രാജാവാണ്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം വചനത്തിൽ കർത്താവിൻ്റെ ആ കരുണാർദ്രമായ സ്നേഹം ആത്മ വെളിപ്പെടുത്തുകയാണ്. കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. എൻ്റെ സഹോദരങ്ങളെ, ദൈവം നമ്മോട് കരുണ കാണിച്ച് തൻ്റെ കാരുണ്യത്താൽ നമ്മളെ നയിക്കുകയാണ്. എന്നാൽ വീണ്ടും പൗലോസ്ലീഹ സഭയെ പഠിപ്പിച്ചു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 26-ാം തിരുവചനം, പരിശുദ്ധ വചനം പറയുന്നു, അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങൾ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്തുവാനും അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനുമാണ് ഇപ്രകാരം ചെയ്തത്. താൻ നീതിമാനായ ദൈവമാണെന്ന് തൻ്റെ പ്രിയപ്പെട്ട മക്കള് മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം പ്രവർത്തിച്ച ആ പ്രവൃത്തിയാണ് ഈ വചനത്തിൽ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നത്. നമ്മുടെ കർത്താവ് നീതിയുടെ രാജാവാണ്. അവിടുന്ന് നീതിമാനായ ദൈവമാണ്. സഹോദരങ്ങളെ, എന്താണ് നീതി എന്ന് പറയുന്നത്? അർഹമായത് അർഹതപ്പെട്ടവർക്ക് നൽകുന്നതാണ് നീതി. അതിലൊരു പിശുക്കും കാണിക്കാതെ അർഹതപ്പെട്ടത് അർഹതയുള്ളവർക്ക് കൃത്യമായി നൽകുന്നതാണ് നീതി. നമ്മളൊരു സത്യം മനസ്സിലാക്കണം. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ എൻ്റെ സഹോദരങ്ങളെ, നമുക്കൊരു നീതിവിധിയുണ്ട്. ഇതൊരു തമാശ കഥയല്ല. നമുക്കൊരു ന്യായവിധിയുണ്ട്. നാളെ പരിശുദ്ധ വചനത്തിലൂടെ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ധ്യാനിക്കും. നമുക്കൊരു നീതിവിധിയുണ്ട് സഹോദരങ്ങളെ. നാം ഓരോരുത്തരും നമ്മുടെ ശരീരത്തിൽ ചെയ്തിട്ടുള്ള
നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ ഒരു ദിവസം നിൽക്കേണ്ടവരാണ്. കർത്താവ് നമ്മളെ പരിശോധിക്കും. അവിടുത്തെ സിംഹാസനത്തിന് മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ പരിശോധിക്കുന്നത് വിശുദ്ധരല്ല, പ്രവാചകരല്ല, രക്തസാക്ഷികളല്ല, നമ്മുടെ ഏകരക്ഷകനും കർത്താവുമായ ഈശോ തന്നെയാണ് എന്നെയും നിങ്ങളെയും പരിശോധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പരിശോധന. ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചപ്പോൾ എപ്രകാരം ജീവിച്ചു, ഈ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിശോധിക്കപ്പെടുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ നമ്മൾ വളരെ സീരിയസ് ആയി കാണണം. ദൈവം ദാനമായി തന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠമായ ജീവന്റെ വിലയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. നമ്മുടെ ജീവിതത്തെ നമ്മൾ വളരെ ഗൗരവത്തോടെ, പ്രാധാന്യത്തോടെ, അതിലേറെ മഹത്വത്തോടെ കാണുവാൻ നമ്മോട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. സക്രിയ പ്രവചനം 12:1 വന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. അരുളപ്പാട്, ഇസ്രായേലിനെ കുറിച്ചുള്ള കർത്താവിൻ്റെ അരുളപ്പാട്. ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ സ്ഥാപിക്കുകയും മനുഷ്യന്റെ പ്രാണനെ, ശ്രദ്ധിച്ചു വായിച്ച്, മനുഷ്യന്റെ പ്രാണനെ അവന്റെ ഉള്ളിൽ നിവേശിപ്പിക്കുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മൾ സ്വയം പൊട്ടിമുളച്ചതല്ല സഹോദരങ്ങളെ. ഈ ജീവിതം ഈ ലോകത്തിൽ ആരുടെയും ഔദാര്യമല്ല. നമ്മുടെ മാതാപിതാക്കളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല നമ്മുടെ ഈ ജീവിതം. ദൈവം അവരെ അതിനായി തെരഞ്ഞെടുത്തു, അതിനായി അഭിഷേകം ചെയ്തു എന്ന് മാത്രം. നമ്മുടെ പേരൻസിൻ്റെ മിടുക്കാണെങ്കിൽ മക്കളില്ലാത്ത ദമ്പതിമാര് ഇന്ന് ലോകത്തിലുണ്ടാവുകയില്ല. ഇത് കർത്താവിൻ്റെ കരുണയാണ്. ഈ ജീവിതം കർത്താവിൻ്റെ ശ്രേഷ്ഠമായ ദാനമാണ്. അതുകൊണ്ട് പരിശുദ്ധ ബൈബിൾ പറയുന്നത് നമ്മുടെ ജീവിതത്തെ നമ്മൾ വളരെ വളരെ മഹത്വമായി കാണണം. വളരെ ഗൗരവത്തോടെ ഈ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണണം. നമ്മൾ പലപ്പോഴും അറിഞ്ഞും അറിയാതെയും പറയുന്നൊരു കാര്യമാണ്, ഇതെന്തൊരു ജീവിതം ഇത്, ഞാൻ ഈ ലോകത്ത് ജനിച്ചു പോയല്ലോ, ഇതെൻ്റെ വിധിയാണല്ലോ. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ്. എനിക്ക് ജീവിതം വേണ്ട, മടുത്തു. നമ്മൾ പലപ്പോഴും ജീവിതത്തിലെ പല ഞെരുക്കങ്ങൾ മൂലം അറിഞ്ഞും അറിയാതെയും പറയുന്ന വാക്കുകളാണിത്. സഹോദരങ്ങളെ, ഈ ജീവിതം സ്വയം പൊട്ടിമുളച്ചതല്ല, ഇത് കർത്താവിൻ്റെ പ്രാണനാണ്, കർത്താവിൻ്റെ ജീവനാണ്, എൻ്റെയും നിന്റെയും ജീവൻ. വചനം പഠിപ്പിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 2:7 വരാം. അവിടെ വീണ്ടും ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാന്തരങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. തന്റെ ജീവന്റെ ശ്വാസം മനുഷ്യന്റെ നാസാന്തരങ്ങളിലേക്ക് കർത്താവ് നിശ്വസിച്ചു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഈ ജീവിതത്തിൻ്റെ വിലയെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വത്തെയും കുറിച്ച് വീണ്ടും പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തി തരികയാണ്. സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകം, അവിടെ 14-ാം അധ്യായം 14-ാം വചനം. എന്താ വചനം പഠിപ്പിക്കുന്നത്? നാം എല്ലാവരും മരിക്കും. ഒന്ന് സ്വരമുയർത്തിയ വചനം ഏറ്റുപറഞ്ഞേ, നാം എല്ലാവരും മരിക്കും. ആരും ഭയപ്പെടണ്ട. വിശ്വാസത്തോട് ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ്, നാം എല്ലാവരും മരിക്കും. മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയം വരുന്നുണ്ടോ? എൻ്റെ പൊന്നു സഹോദര, ഈ സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് പറയണോ? ചിന്ത വരുന്നുണ്ടോ? നമ്മൾ ആരും ഭയപ്പെടണ്ട. നമ്മുടെ കർത്താവ് നമ്മളെ കരുതുന്നവനും സ്നേഹിക്കുന്നവനുമാണ്. എന്നാൽ ഈ സത്യം നമ്മൾ മറക്കരുത്. നാം എല്ലാവരും മരിക്കും. എത്ര പണ്ഡിതനാണെങ്കിലും, പാമരനാണെങ്കിലും, സുന്ദരനാണെങ്കിലും, വിരൂപനാണെങ്കിലും, കഴിവുള്ളവനാണെങ്കിലും, കഴിവില്ലാത്തവളാണെങ്കിലും, സമ്പന്നനാണെങ്കിലും, ദരിദ്രനാണെങ്കിലും, നമ്മൾ ആര് തന്നെയാണെങ്കിലും നാം എല്ലാവരും മരിക്കുമെന്ന് പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്.
ഇത് വലിയൊരു റെവലേഷനാ, ഇതൊരു വെളിപാട് സഹോദരങ്ങളെ. ഇത് മറന്ന് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കരുത്. വീണ്ടും വചനം പഠിപ്പിക്കുന്നു, നിലത്തു വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ വയ്യാത്ത വെള്ളം പോലെയാണ് മനുഷ്യ ജീവിതം. നമ്മൾ എത്ര സൂക്ഷ്മതയോടെ ഈ ലോകത്തിൽ ജീവിക്കേണ്ടവരാ. എന്തുമാത്രം ജാഗ്രതയോടെ വേണം ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കാൻ. നമുക്കറിയാം, ഒരു വെള്ളത്തുള്ളി നിലത്തു വീണ് ചിതറിയാൽ പിന്നെ അതിനെ ഒന്നിച്ച് ചേർക്കാൻ എളുപ്പമല്ല, അത് ചിതറിപ്പോയി. ഇതുപോലെയാണ് മനുഷ്യ ജീവിതം. അത്രയും പ്രഷ്യസ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടെ, കരുതലോടെ, ജാഗ്രതയോടെ എൻ്റെ കർത്താവ് എനിക്ക് തന്ന ഈ ശ്രേഷ്ഠമായ ജീവിതത്തെ ഞാൻ മാനിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഒന്ന് കരങ്ങളിൽ 3 പ്രാവശ്യം സ്നേഹത്തോടെ വിളിച്ചേ, പരിശുദ്ധാത്മാവേ, ആത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി വിളിച്ചു പ്രാർത്ഥിച്ചേ. നിരാശയുടെ, വിഷാദത്തിന്റെ, മടുപ്പിന്റെ, ദുഃഖത്തിന്റെ, തളർച്ചയുടെ പൈശാചിക പീഡകൾ അനേകം ജീവിതങ്ങളിൽ നിന്ന് യേശുനാമത്തിന് അനന്ത ശക്തിയാൽ ഇപ്പോൾ ഈ സമയം വിട്ടൊഴിഞ്ഞു പോകട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ജീസസ്, 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 ജീസസ്. കർത്താവ് എനിക്ക് തന്ന ജീവിതത്തെ ഞാൻ മാനിക്കണം സഹോദരങ്ങളെ. ദൈവത്തിന്റെ വചനം നമ്മോടത് ആവശ്യപ്പെടുകയാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ജീവിതം നാം എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ പല ആൾക്കാരും അവരുടെ ഫണ്ട്, അവരുടെ പണം പല കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും. പല ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പലരും ഷെയർ മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, മറ്റു പലരും പല പ്രൊജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. കൂടുതൽ ലാഭമുണ്ടാകാൻ, സാമ്പത്തികമായ ഉന്നതിക്ക് വേണ്ടിയാണ് പലരും ഇത് ചെയ്യുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോടും നിന്നോടും ചോദിക്കുക, കർത്താവ് ശ്രേഷ്ഠമായി തന്ന ഈ ജീവിതത്തെ നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ ജീവിതത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്? നമ്മുടെ സമയം നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഈ ലോകത്തിന്റെ നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സഹോദരങ്ങളെ. നമ്മുടെ സമ്പത്ത്, നമ്മുടെ പണം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കർത്താവ് തന്ന ഈ മഹനീയമായ ആരോഗ്യം, നമ്മുടെ ഹെൽത്ത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്? മദ്യപിക്കാനാണോ? ലൈംഗിക അരാജകത്വങ്ങൾക്കാണോ? ജഡിക സുഖങ്ങൾക്കാണോ? ഈ ലോകത്തിന് നശ്വരമായ ഭോഗേച്ഛകൾ അനുഭവിക്കാനാണോ? ആത്മാവ് നമ്മോട് ചോദിക്കുക, എന്തിനാണ് നിന്റെ ആരോഗ്യത്തിൽ നീ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സ്വാധീനങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന 100 അവസരങ്ങൾ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നിത്യതയിൽ കർത്താവ് നമ്മളെ പരിശോധിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണമേ, കർത്താവ് നമ്മളെ പരിശോധിക്കാൻ പോകുന്നത്. ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല, ഇതെല്ലാം അവൻ്റെതാണ്. എവരിത്തിങ് ബിലോങ്സ് ടു ദ ലോർഡ്. വി ആർ നത്തിങ്. നമ്മളൊന്നുമല്ല സഹോദരങ്ങളെ, എല്ലാം ദൈവകൃപയാലാണ്. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപയാൽ എന്റെ കർത്താവിന്റെ കൃപ കൊണ്ട് നമ്മൾ ഇവിടം വരെ എത്തിയത്. നമ്മൾ പാടുന്നില്ലേ, കഴിവല്ല നിൻ കൃപയാലേ, ബലമല്ല നിൻ ദയയാണേ. ആ ബോധ്യത്തോട് നേറ്റുപാടിക്കേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രമെന്നേശുവേ. നമ്മൾ ഇവിടെ വരെ എത്തിയത് നമ്മുടെ ആരോഗ്യത്തിന്റെ ബലം കൊണ്ടല്ല, നമ്മുടെ സമ്പത്തിന്റെ ബലം കൊണ്ടല്ല, നമ്മുടെ ബുദ്ധിയുടെ ബലം കൊണ്ടല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ബലം കൊണ്ടല്ല, നമ്മുടെ സ്വാധീന ബലം കൊണ്ടല്ല.
God's grace. ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കൃപയാണ്, കർത്താവിന്റെ സ്നേഹമാണ്. സഹോദരങ്ങളെ, ആത്മാവ് നമ്മോട് ചോദിക്കുന്നു, ഈ ജീവിതം നീ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കർത്താവിന് വേണ്ടിയാണോ? കർത്താവിന്റെ വചനത്തിന് വേണ്ടിയാണോ? സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാനാണോ? നീ ഇന്ന് അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിത്യജീവിതത്തിനായാണോ നമ്മൾ അധ്വാനിക്കുന്നത്? ആത്മാവ് നമ്മോട് ചോദിക്കുക സഹോദരങ്ങളെ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് എന്നെയും നിങ്ങളെയും പരിശോധിക്കുവാനായി പോകുന്നത്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നിത്യതയിൽ കർത്താവിന്റെ മഹത്വത്തിന്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ ഈ ലോകത്തിൽ വിലപ്പെട്ടതായി കണ്ട അനേകം കാര്യങ്ങൾ നമുക്ക് വിലയില്ലാത്തതായി തോന്നും. എപ്പോൾ? ആ മഹത്വത്തിന്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ. നമ്മൾ വളരെ വിലപ്പെട്ടതായി കണ്ട ചില സംഭവങ്ങള്, ചില വസ്തുക്കള്, ചില സുഖങ്ങള്, ചില സന്തോഷങ്ങള്, ചില ബന്ധങ്ങള്, അതെല്ലാം ഇതൊക്കെ ഇത്രയും ഇത് അഴുക്കായിരുന്നു, ഇത്രയും വിലയില്ലാത്തതായിരുന്നു, ഇത് വെറും എച്ചിലായിരുന്നല്ലോ. നമുക്ക് എപ്പോഴാ ബോധ്യപ്പെടുന്നത്? കർത്താവിൻ്റെ ആ ഗ്ലോറിയുടെ മുൻപിൽ. ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ, കർത്താവിൻ്റെ മഹത്വത്തിന് മുൻപിൽ നിൽക്കുമ്പോഴാണ് നമുക്കത് ബോധ്യപ്പെടുന്നത്. വെളിപാട് പുസ്തകത്തിലോട്ട് നിങ്ങൾ വരിക, 4-ാം അധ്യായം 10-ാമത്തെ വചനം ഒന്ന് ഉണർവോടെ വായിച്ച്. ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥന്റെ മുൻപിൽ വീണ്, സിംഹാസനസ്ഥനായ കർത്താവിന്റെ മുൻപിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിച്ചു. കർത്താവിന്റെ മഹത്വം കണ്ടപ്പോൾ അവർ ശ്രേഷ്ഠന്മാരാണ്, സാധാരണക്കാരല്ല, ശ്രേഷ്ഠന്മാരാണ്. അവരുടെ ശിരസിലെല്ലാം കിരീടങ്ങൾ ഉണ്ടായിരുന്നു. കർത്താവിന്റെ മഹത്വം ദർശിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ കിരീടങ്ങളൊന്നുമല്ല ഞങ്ങളുടെ സ്വാധീനങ്ങൾ, ഞങ്ങൾ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ, ഒന്നുമല്ല. അവർ തങ്ങളുടെ കിരീടങ്ങൾ എന്തു ചെയ്തു? സിംഹാസനത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു. അവർ ഇങ്ങനെ പറയുകയാണ്, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവ് പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. അവരിങ്ങനെ പാടി സ്തുതിക്കുകയാണ്. എപ്പോഴാണ് ഈ തിരിച്ചറിവുണ്ടായത്? കർത്താവിൻ്റെ ഗ്ലോറിയസ് പ്രസൻസ്, മഹത്വപൂർണമായ സാന്നിധ്യം കണ്ടപ്പോൾ. ഒരു ദിവസം നമുക്കും തോന്നും, ഞാൻ വളരെ ശ്രേഷ്ഠമായി കരുതിയ എൻ്റെ ബന്ധങ്ങള്, എൻ്റെ കൂട്ടുകെട്ടുകള്, എൻ്റെ ചില ഉല്ലാസങ്ങള്, എൻ്റെ ആർഭാടങ്ങള്, എൻ്റെ സുഖങ്ങള്, എൻ്റെ താല്പര്യങ്ങള്, എൻ്റെ സന്തോഷങ്ങള്, എൻ്റെ കർത്താവേ, ഇതെല്ലാം ഇത്രയും വിലയില്ലാത്തതാണോ? ഇത്രയും വേസ്റ്റായിരുന്നോ? പിന്നെ അനുദപിക്കാൻ സമയമുണ്ടോ? പിന്നെ മാനസാന്തരപ്പെടാൻ നമുക്ക് സാധിക്കുമോ? പിന്നെ ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ആത്മാവ് നമ്മോട് പറഞ്ഞത്, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് ദാനമായി തന്ന ഈ ജീവിതത്തെ നമ്മൾ ശ്രേഷ്ഠമായി കാണണം. വളരെ ജാഗ്രതയോടെ നമ്മുടെ ജീവിതം നയിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ സൂക്ഷ്മതയുള്ളവരാകണം. ഈ ലോക ജീവിതത്തിന്റെ നശ്വരത നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ. എന്താ പരിശുദ്ധ വചനം പറയുന്നത്? 146-ാം സങ്കീർത്തനം 4-ാം വചനത്തിൽ തിരുവചനം പഠിപ്പിക്കുകയാണ്, അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു, അന്ന് അവന്റെ പദ്ധതികൾ മണ്ണടിയുന്നു. ഇത്രയുള്ള സഹോദരങ്ങളെ, അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു. അതോടുകൂടി നമ്മുടെ എല്ലാ ആസൂത്രണങ്ങളും, നമ്മുടെ എല്ലാ പ്ലാനിങ്ങും, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും, നമ്മുടെ എല്ലാ പദ്ധതികളും മണ്ണടിഞ്ഞു പോകുന്നു. എൻ്റെ സഹോദര സഹോദരി, ഈ ലോക ജീവിതത്തിന്റെ നശ്വരത ഞാനും നീ മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാ, ഈ ജീവിതത്തിന്റെ നശ്വരത തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നീ കർത്താവിനോട് ചേർന്ന് ഈ ലോകത്തിൽ ജീവിക്കുവാൻ. പത്രോസിൽ എഴുതിയ 1-ാമത്തെ ലേഖനം, അവിടെ 1-ാം അധ്യായം 2-ാം അധ്യായം 22-ാമത്തെ വചനം, 2:22 എന്താ വചനം പഠിപ്പിക്കുന്നത്?
പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 24-ാം വചനം. എന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്, അവരുടെ മഹിമ പുല്ലിന്റെ പൂവിന് തുല്യവും. പുല്ലിന്റെ പൂവിന് തുല്യം. പുൽക്കൊടികൾ വാടിക്കരിയുന്നു, പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു. വീണ്ടും പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 22-ാം തിരുവചനം. മനുഷ്യനിൽ നീ വിശ്വാസം അർപ്പിക്കരുത്. അവനൊരു ശ്വാസം മാത്രം, അവന് എന്തു വിലയുണ്ട്. അവനൊരു ശ്വാസം മാത്രം, അവനെന്തു വിലയുണ്ട്. മനുഷ്യൻ തൃണം മാത്രം, ജഡം മാത്രം. സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ ലോക ജീവിതത്തിന് നശ്വരത തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ എനിക്ക് കൃപ തരണമേ. എന്റെ മക്കൾക്ക് കൃപ കൊടുക്കണമേ, എന്റെ കുടുംബത്തിന് കൃപ കൊടുക്കണമേ, എന്റെ തലമുറകൾക്ക് കൃപ കൊടുക്കണമേ, എന്റെ സമൂഹത്തിനും സമൂഹ അംഗങ്ങൾക്ക് കൃപ കൊടുക്കണമേ. ഈ കാലഘട്ടത്തിലേക്ക് ഈ കൃപ വർഷിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇരു കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ, ഈ ലോക ജീവിതത്തിന്റെ നശ്വരത മനസ്സിലാക്കി, ഈ ലോക ജീവിതത്തിന്റെ നൈമിഷികത തിരിച്ചറിഞ്ഞ് കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ, കർത്താവിന്റെ കരം പിടിച്ച് ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി, യേശുവേ. സ്നേഹത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ച്, ഈശോയേ കൃപ തരണമേ. ഒരു ജീവിതം മാത്രം കർത്താവേ, ഈ ജീവിതത്തിന്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. സാധിക്കുന്നവരെ ആ കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് മടിക്കണ്ട. ഒരേ കുടുംബത്തിലായിരിക്കുന്നവരെ ആ കരങ്ങളൊന്ന് കോർത്ത് പിടിക്കുക. സമൂഹത്തിലായിരിക്കുന്നവരെ കരങ്ങൾ കോർത്ത് പിടിച്ച്, നിത്യജീവന്റെ അഭിഷേകം നമ്മിലേക്ക് ഇറങ്ങുന്ന സമയം, നിത്യതയുടെ വെളിച്ചത്താൽ പരിശുദ്ധാത്മാവ് നമ്മെ മുദ്ര ചെയ്യുന്ന സമയം, സ്പിരിറ്റ് anoint. ഒരു ജീവിതം മാത്രം, അത് വേഗം മാഞ്ഞു പോകും. ആരെതിർത്താലും അത് പോയും നിശ്ചയം. പാടുകേ. ഒരു ജീവിതം മാത്രം, അത് വേഗം മാഞ്ഞു പോകും. ആരെതിർത്താലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം ഞൊടി നേരം പോയിടും. കണ്ടിടും നശ്വരത തിരിച്ചറിയാൻ കൃപ തരണമേ. ദേശം മണ്ണിൽ നേടിയതെല്ലാം ഞൊടി നേരം പോയിടും. പോകണം. കണ്ടിടും നാം പിന്നിൽ ദൂരെയായി ചേർന്ന് പാടുകേ. ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചെന്ന് പറന്നുയരാൻ? ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചെന്ന് പറന്നു പോകാൻ? വിശുദ്ധിയെ തികച്ചെന്ന് പറന്നു പോകാൻ? വിശുദ്ധിയെ തികച്ചെന്ന് പറന്നു പോകാൻ? ഹല്ലേലൂയ. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എന്തുമാത്രം കർത്താവിന് പ്രോഫിറ്റബിളായി നമ്മൾ ഓരോരുത്തരും ഈ സമയം ചിന്തിക്കണം. ഈ ഭൂമിയിൽ ഇത്രയും കാലം ജീവിക്കാൻ കർത്താവ് അനുവദിച്ച്, കുടുംബമായി ജീവിക്കാൻ, ഒരു സമർപ്പിതയായി ജീവിക്കാൻ, കർത്താവിൻ്റെ ഒരു പുരോഹിതനായി ജീവിക്കാൻ എൻ്റെ ദൈവം എനിക്ക് കൃപ തന്നിട്ട്, എൻ്റെ ജീവിതം, എൻ്റെ സമയം, എൻ്റെ കഴിവ്, എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ സ്വാധീനങ്ങൾ, എൻ്റെ ബന്ധങ്ങൾ, ഇതെല്ലാം എന്തുമാത്രം എൻ്റെ കർത്താവിന് പ്രോഫിറ്റബിളായി, ഇതിലൂടെയെല്ലാം എന്തുമാത്രം കർത്താവിന് പ്രയോജനമുണ്ടായി.
ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാം വിധിക്കപ്പെടുന്നത്. കർത്താവ് നമ്മെ പരിശോധിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾ, അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ നമ്മുടെ ജീവിത ചെയ്തികൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. പരിശുദ്ധ വചനം നമുക്ക് തരുന്നൊരു മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പ് എന്താണ്? ഹോസിയ പ്രവചനം 8-ാം അധ്യായം 7-ാമത്തെ വചനം. തിരുവചനം പറയുന്നു, അവർ കാറ്റ് വിതയ്ക്കുന്നു, കൊടുങ്കാറ്റ് കൊയ്യുന്നു. അവർ കാറ്റ് വിതയ്ക്കുന്നു, കൊടുങ്കാറ്റ് കൊയ്യുന്നു. ഇവിടെ ചില ആത്മീയ മർമ്മങ്ങൾ നമ്മോട് ആത്മാവിന് പറയാനുണ്ട്. അവർ കാറ്റ് വിതയ്ക്കുന്നത് കാറ്റാണ്. കൊയ്യുന്നത് കാറ്റാണോ? അല്ല, കൊയ്യുന്നത് കൊടുങ്കാറ്റാണ്. നമ്മുടെ ജീവിതവുമായി ഈ വചനത്തെ പരിശുദ്ധാത്മാവ് ബന്ധപ്പെടുത്തുകയാണ്. ഗലാത്യക്കാർക്ക് ലേഖനത്തിൽ പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. 6-ാം അധ്യായം 7-ാമത്തെ വചനം. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്താണ് നമ്മൾ വിതയ്ക്കുന്നത്? അതുമാത്രമാണ് നമുക്ക് കൊയ്യാൻ കഴിയുന്നത്. നമ്മൾ നെല്ല് വിതച്ചിട്ട് ഗോതമ്പ് കൊയ്യാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. ഗോതമ്പ് വിതച്ചിട്ട് ബാർലി കൊയ്യുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ എന്താണ് വിതയ്ക്കുന്നത്, അതാണ് നമ്മൾ കൊയ്യുന്നത്. ഈ വിതയ്ക്കും കൊയ്ത്തിനും പ്രധാനപ്പെട്ട 2 നിയമങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. 1-ാമത്തെ നിയമം, നാം വിതയ്ക്കുന്നത് കൊയ്യും. നെല്ല് വിതച്ചാൽ നെല്ല് കൊയ്യും. ബാർലി വിതച്ചാൽ ബാർലി കൊയ്യും. ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പ് കൊയ്യാൻ പറ്റും. വിതയ്ക്കുന്നതേ നമ്മൾ കൊയ്യൂ. 2-ാമത്തൊരു നിയമം എന്ന് പറയുന്നത്, ഒരു പിടി നെല്ല് നമ്മൾ വിതച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പിടിയല്ല കൊയ്യുന്നത്. നമ്മൾ അനേകം നെൽക്കതിരുകളാണ്, കറ്റകളാണ് നമ്മൾ കൊയ്തെടുക്കുന്നത്. വിതയ്ക്കുന്നതിലേറെ നമ്മൾ കൊയ്യും. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രമാണമാണിത്. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ഇത് തന്നെയാണ് കർത്താവിൻ്റെ പോളിസിയും. തൻ്റെ ജനത്തെ ആത്മാവ് അറിയിക്കുകയാണ്, വിതയ്ക്കുന്നതിലേറെ നമ്മൾ കൊയ്യും. ഈ സത്യമാണ് ഹോസിയ പ്രവചനം 8-ാം അധ്യായം 7-ാം വചനത്തിൽ ആത്മാവ് കാണിച്ചു തന്നത്. നീ കാറ്റ് വിതയ്ക്കുന്നു, കൊടുങ്കാറ്റ് കൊയ്യുന്നു. അവർ കാറ്റ് വിതയ്ക്കുന്നു, കൊടുങ്കാറ്റ് കൊയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചെയ്തിയും നമ്മളൊരു വിത്ത് വിതയ്ക്കുന്നതിന് തുല്യമാണ്. വിത്ത് വിതയ്ക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ ചിന്ത ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല. എൻ്റെ ഈ രഹസ്യ ബന്ധങ്ങൾ, എൻ്റെ ചെയ്തികൾ, എൻ്റെ ഈ പ്രവർത്തികൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവര്, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ അധികാരികൾ ആരും അറിയുന്നില്ല. സഹോദരങ്ങളെ, മനുഷ്യർ അറിയുന്നില്ലായിരിക്കാം. എന്നാൽ 10,000 സൂര്യനേക്കാൾ തേജസ്സുള്ള കർത്താവിൻ്റെ കണ്ണുകൾ, അവൻ്റെ മിഴിനാളം സൂര്യനേക്കാൾ തേജസ്സുറ്റതാണെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുക. അവിടുത്തെ കൺമുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഒരു വിത്ത് നടുന്നതിന് തുല്യമാണ്. നാം വിതയ്ക്കുന്നത് കൊയ്യാൻ പറ്റൂ. വിതയ്ക്കുന്നതാണ് കൊയ്യുന്നതെങ്കിൽ നമുക്ക് അല്പം ആശ്വാസമുണ്ട്, നമുക്ക് അല്പം ആശ്വസിക്കാം. എന്നാൽ വിതയ്ക്കുന്നതല്ല കൊയ്യുന്നത്, കൊയ്യുന്നത് അതിലേറെയാണ്, ഇരട്ടിയാണ് നമ്മൾ കൊയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെഗറ്റീവുകൾ വിതയ്ക്കുമ്പോൾ, ഞാൻ തിന്മ വിതയ്ക്കുമ്പോൾ, ഞാൻ അശുദ്ധി വിതയ്ക്കുമ്പോൾ, ഞാൻ മ്ലേച്ഛത വിതയ്ക്കുമ്പോൾ, ഞാൻ അരാജകത്വങ്ങൾ വിതയ്ക്കുമ്പോൾ, അക്രമം വിതയ്ക്കുമ്പോൾ, ദുഷിപ്പ് വിതയ്ക്കുമ്പോൾ, ഞാൻ കൊയ്യുന്നത് അതിൻ്റെ ഇരട്ടിയാണ്. എൻ്റെ തലമുറകളിലേക്ക് പകരപ്പെടാം. അതുകൊണ്ടല്ലേ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഓരോ തലമുറ കഴിയും തോറും അതിൻ്റെ തീവ്രത വർദ്ധിച്ച് വരികയാണ്. പലപ്പോഴും ഇത് മെഡിക്കൽ സയൻസ് വരെ അപ്രൂവ് ചെയ്തൊരു കാര്യമാണ്.
നമ്മുടെ പല പ്രവർത്തികളും, നമ്മുടെ പല ചെയ്തികളും അത് തലമുറകളെ സ്വാധീനിക്കുന്നു. നമ്മുടെ പല സ്വഭാവങ്ങളും തലമുറകളിലേക്ക് പകരപ്പെടുന്നു. DNA വഴി, ക്രോമസോമുകൾ വഴി എന്നൊക്കെ സയൻസ് പഠിപ്പിക്കുന്നു. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിശുദ്ധ വചനത്തിൽ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ വരുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, ഞാൻ ഒത്തിരി അനുഭവങ്ങൾ ഇതിനുള്ള ബന്ധത്തിൽ നിങ്ങൾ പങ്കുവെക്കാൻ കഴിയും. പക്ഷെ ഞാനിപ്പോൾ അത് പങ്കുവെക്കുന്നില്ല. കാരണം ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മ നമ്മളെ നയിക്കുകയാണ്. എത്ര കുടുംബങ്ങൾ ഇന്ന് തകരുന്നു. പല തലമുറകളിലും പാപരോഗ ശാപബന്ധനത്തിൻ്റെ അടിമത്തങ്ങൾ പേറി കണ്ണുനീരോടെ നീരി കഴിയുന്ന 10,000 നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. കാരണം എന്താ? വിതയ്ക്കുന്നതാണ് കൊയ്യുന്നത്. നമ്മൾ അസ്വസ്ഥരാകേണ്ട. നമ്മൾ അനുദപിക്കുമ്പോൾ, നമ്മൾ റിപ്പന്റ് ചെയ്യുമ്പോൾ, നമ്മൾ കർത്താവിൽ നിന്ന് പാപമോചനം സ്വീകരിക്കുമ്പോൾ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വ്യക്തി ജീവിതത്തിന് വേണ്ടി നമ്മൾ കർത്താവിൽ നിന്ന് പാപക്ഷമ സ്വീകരിക്കുമ്പോൾ ഈ പൈശാചിക ചെങ്ങലകളെ കർത്താവ് അറുത്ത് മുറിച്ച് മാറ്റിക്കളയുന്നു. തലമുറകളെ സുഖപ്പെടുത്തണമേ, തലമുറകളെ ശുദ്ധീകരിക്കണമേ, ജീവിതങ്ങളെ സുഖപ്പെടുത്തണമേ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ചെയ്തികള് കർത്താവിന് നേരുള്ളതാകണം. കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടേണ്ടവരാണ് നമ്മൾ നിത്യജീവന് നിയോഗം ലഭിച്ചവരാ, നിത്യജീവിതത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. സഹോദരങ്ങളെ, നമ്മുടെ ചെയ്തികൾ നമ്മളെ നശിപ്പിക്കരുത്. നമ്മുടെ പ്രവർത്തികൾ നമുക്ക് ആത്മനാശം വരുത്തി വയ്പ്പിക്കരുത്. അതീവ ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കണം. തിരുവചനം എന്താ പഠിപ്പിക്കുന്നത്? യാക്കോബിന് ലേഖനം 3:18 വന്ന് പരിശുദ്ധ വചനം പറയുകയാണ്, സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു. സമാധാനത്തിൽ വിതയ്ക്കുന്നു. നീതിയുടെ ഫലം ഇതാ സമാധാനമായി ലഭിക്കുകയാണ്. വീണ്ടും സുഭാഷിതങ്ങൾ 22:8 വന്ന് സുഭാഷിതങ്ങൾ 22:8, അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും. യാതൊരു സംശയം വേണ്ട. അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും. ഈ ലോക ജീവിതത്തിൽ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു. അതിനേക്കാൾ വലിയ അനർത്ഥം എന്ന് പറയുന്നത് എന്താ? കർത്താവിനോട് കൂടെയുള്ള നമ്മുടെ നിത്യത നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രാജഡി, ഏറ്റവും വലിയ ദുരന്തം എന്താ സഹോദരങ്ങളെ? യേശുവിനോട് കൂടെയുള്ള നിത്യത നമുക്കില്ലാതാകുന്നതാണ്, നഷ്ടപ്പെട്ടു പോകുന്നതാണ്. വീണ്ടും സുഭാഷിത പുസ്തകം 11:18 വരിക. ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, ദുഷ്ടന്റെ പ്രതിഫലം അവനെ വഞ്ചിക്കുന്നു. നീതി വിതയ്ക്കുന്നവന്റെ പ്രതിഫലം സുനിശ്ചിതമാണ്. നിശ്ചയമാണ്. സഹോദരങ്ങളെ, കർത്താവിന്റെ നീതിയിൽ ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ, നിത്യതയിൽ നീതിവിധിയിൽ കർത്താവ് നമ്മെ പരിശോധിക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചോ, നമ്മൾ ഉറപ്പിച്ചോ, നമ്മൾ പ്രതിഫലത്തിന് അർഹരായി മാറും, നമ്മൾ സമ്മാനത്തിന് അർഹരായി തീരും. ഇത് കർത്താവിന്റെ പ്രോമിസാണ്. അവർക്ക് നീതിയുടെ ഫലം നിശ്ചയമാണ്. അതാർക്കും തട്ടിയെടുക്കാൻ പറ്റുകയില്ല സഹോദരങ്ങളെ. വെളിപാട് പുസ്തകം 3:8 വരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഓരോ പ്രവൃത്തിയും കർത്താവ് കാണുന്നുണ്ട്. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. എല്ലാവരും ഒരുമിച്ച് വചനം വായിച്ച്, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ അത് നന്മയായിട്ടുള്ളതും തിന്മയായിട്ടുള്ളതുമായ ഏതൊരു പ്രവൃത്തിയും കർത്താവ് അറിയുന്നുണ്ട് സഹോദരങ്ങളെ. വേറെ ആരും അറിയുന്നില്ലെങ്കിലും അറിയുന്നൊരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. ആവർത്തിച്ച് പരിശുദ്ധ വചനത്തിൽ ആത്മ വെളിപ്പെടുത്തുന്നൊരു സത്യമാണിത്. വീണ്ടും വെളിപാട് പുസ്തകം 2-ാം അധ്യായം അവിടെ 19-ാമത്തെ വചനം 2:19 എന്താ പറയുന്നത്?
നിന്റെ പ്രവൃത്തികളും നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നിന്റെ സ്നേഹം, വിശ്വാസം, നിന്റെ ശുശ്രൂഷ, ദീർഘമായ സഹനം, ഇതെല്ലാം ഞാൻ അറിയുന്നു. അതിന്റെ ആദ്യത്തേതിൽ എന്താ കർത്താവ് പറയുന്നത്? നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. സഹോദരങ്ങളെ, അതിനർത്ഥം എന്താ? ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് വിധിക്കപ്പെടുന്നത്. നമ്മുടെ പ്രവൃത്തികളുടെയും നമ്മുടെ വാക്കുകളുടെയും അടിസ്ഥാനത്തിലാണ് നീതിവിധിയിൽ നമ്മൾ വിധിക്കപ്പെടുന്നത്. കർത്താവ് നമ്മളെ പരിശോധിക്കുന്നത്. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തുന്ന സ്നേഹത്തോടെ പറഞ്ഞേ, നമ്മുടെ ഓരോ പ്രവൃത്തിയും കർത്താവിന് നേരുള്ളതാകണം. പറഞ്ഞേ, നമ്മുടെ ഓരോ പ്രവൃത്തിയും കർത്താവിന് നേരുള്ളതാണ്. പോരാ, അല്പകൂടി സ്വരത്തിൽ, ആരും മടിക്കണ്ട. അല്പകൂടി സ്വരത്തിൽ പറഞ്ഞേ, നമ്മുടെ ഓരോ പ്രവൃത്തിയും കർത്താവിന് നേരുള്ളതാകണം. നമ്മുടെ ഓരോ പ്രവൃത്തിയും കർത്താവിന് നേരുള്ളതാകണം. കാരണം പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളെ വിധിക്കുന്നത്. വെളിപാട് പുസ്തകം 20-ാം അധ്യായം 12-13 വചനങ്ങളിൽ നമ്മൾ ആ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. അവർ പ്രവൃത്തികൾക്കനുസൃതമായി വിധിക്കപ്പെട്ടു, ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, അവരുടെ പ്രവൃത്തികളെല്ലാം അവിടെ വെളിപ്പെടുകയാണ്. ഇതെല്ലാം കൃത്യമായ ഡാറ്റ സ്വർഗത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ ഓരോ വാക്കുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വെറും വാക്കായി പറയുന്ന ഓരോ വാക്കും അതെല്ലാം റെക്കോർഡഡ് ആണ്. അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. ചെറിയവരും വലിയവരുമായി സിംഹാസനത്തിന് മുമ്പിൽ നിന്നവരെല്ലാം അവരവരുടെ പ്രവൃത്തികൾക്കനുസൃതമായി വിധിക്കപ്പെട്ടു. നിങ്ങൾ പരിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ആ വചനം വായിക്കണം. വെളിപാട് പുസ്തകം 20-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ. എത്ര കൃത്യമാണ് കർത്താവിന്റെ വചനം. ഹെബ്രായ പുസ്തകം 4-13 ഈ സത്യം വീണ്ടും ആത്മാവ് ഉറപ്പിക്കുകയാ, പരിശുദ്ധാത്മ ഉറപ്പിച്ചു തരികയാ. അവന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. കർത്താവിന്റെ സന്നിധിയിലാണ്. എന്റെ സഹോദരങ്ങളെ, ജോബിന്റെ പുസ്തകം 34-ാം അധ്യായം 21-ാം വചനം, ഞാൻ ആ വചനം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. എന്നാൽ അവിടുത്തെ കണ്ണുകൾ മനുഷ്യന്റെ വഴികളിൽ പതിയുന്നു, അവൻ ഓരോ അടി വെക്കുന്നതും അവിടുന്ന് കാണുന്നു. കർത്താവ് കാണുന്നു. നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുന്നതും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തുമാത്രം സൂക്ഷ്മതയോടെ ഞാൻ എൻ്റെ ജീവിതത്തെ ഈ ലോകത്തിൽ സൂക്ഷിക്കണം. എന്തുമാത്രം ശ്രദ്ധയോടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. നമ്മൾ ഓരോ അടി മുന്നോട്ട് വെക്കുന്നതും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. അത് പാപം ചെയ്യാനാണെങ്കിലും നന്മ പ്രവർത്തിക്കാനാണെങ്കിലും എല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹോദരി നാം വിധിക്കപ്പെടുന്നത്. കർത്താവ് നമ്മളെ പരിശോധിക്കും. ഞാൻ ആവർത്തിച്ചിത് പറയുന്നതിന് കാരണം നമുക്കൊരു നീതിവിധിയുണ്ട്. നാളെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കും. നിങ്ങൾ അനേകരുടെ ശുശ്രൂഷ കുറിച്ച് പങ്കുവെക്കണം സഹോദരങ്ങളെ. അനേകം കുടുംബങ്ങളെ നിങ്ങൾ ഒന്നിച്ചു കൂട്ടണം. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഈ തിരുവചന സത്യങ്ങൾ കേട്ട് നിത്യജീവന്റെ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കുവാൻ പരിശീലിക്കണം. നമ്മുടെ തലമുറകളിലേക്ക്, മക്കളിലേക്കെല്ലാം ഈ അഭിഷേകം പകരപ്പെടണം. ഈ ഒരു ആഗ്രഹത്തോടെ വേണം കർത്താവിന്റെ വചനത്തിന് മുൻപിൽ നമ്മൾ എല്ലാവരും ആയിരിക്കേണ്ടതിന്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഓരോ ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയാണ്, അവിടെ നിന്നെല്ലാം കാണുന്നു. നമ്മൾ അനുദപിക്കണം. ദൈവമേ, ഇങ്ങനെയാണെങ്കിൽ നിത്യതയിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? കർത്താവേ, അവിടെ നിന്ന് പരിശോധിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ആരും ആശങ്കപ്പെടേണ്ട. ചിലരുടെ ഉള്ളിൽ ചില ആശങ്കകൾ വരുന്നതായി ആത്മാവിനെ ബോധ്യപ്പെടുത്തുന്നു. ആരും ആശങ്കപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട. ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയല്ലോ കർത്താവേ, ഞാൻ ഒരുപാട് അങ്ങേ അവഹേളിച്ചല്ലോ, അങ്ങയുടെ വചനത്തോട് ലംഘനം കാണിച്ചല്ലോ. കർത്താവേ, അവിടെ നിന്ന് എന്നെ പരിശോധിക്കുമ്പോൾ
എൻ്റെ നിത്യത എവിടെയായിരിക്കും? ആരും അതിനെക്കുറിച്ച് ഭയപ്പെടുകയോ അസ്വസ്ഥരാവുകയോ വേണ്ട. ആത്മാവ് നമുക്ക് പറഞ്ഞു തരുന്ന വഴി എന്താ? റിപ്പന്റ്, അനുതപിക്കുക. അനുതപിക്കുക. അനുതപിക്കുന്ന ഒരാത്മാവ് പോൽ, അനുതപിക്കുന്ന ഒരാത്മാവും നശിച്ചു പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുതപിക്കുന്ന എല്ലാ ജീവിതങ്ങളിലേക്കും ആത്മാവ് തന്റെ കൃപയെ വർഷിക്കും. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 5-ാം വചനത്തിൽ എന്താണ് ഈശോ പറഞ്ഞത്? അല്ല എന്ന് ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഈ തിരുവചനങ്ങൾ ഞാൻ ഈ ദിവസങ്ങളിൽ വായിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വിശുദ്ധ ഭയം വന്നു. കർത്താവേ, നിത്യതയിൽ അവിടെ നിന്ന് പരിശോധിക്കുമ്പോൾ, നീതിപീഠത്തിൻ്റെ മുൻപിൽ നീതിവാക്യത്തിനായി ഞാൻ നിൽക്കുമ്പോൾ, കർത്താവെ അവിടെ നിന്ന് നീതിയോടെ വിധിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ദൈവമേ? പലപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു വിശുദ്ധ ഭയം വന്നു. സഹോദരങ്ങളെ, ചെയ്യേണ്ട അനേകം നന്മകൾ ചെയ്തിട്ടില്ല. പലപ്പോഴും ദൈവം എനിക്ക് തന്ന എൻ്റെ സമയം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് പലപ്പോഴും ഈ ലോകത്തിന് ചില നേട്ടങ്ങൾക്ക് വേണ്ടി. എൻ്റെ ആരോഗ്യം, എൻ്റെ കഴിവുകൾ, എൻ്റെ സാധ്യതകൾ, എൻ്റെ അവസരങ്ങൾ നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇതെല്ലാം എന്തുമാത്രം നമ്മുടെ കർത്താവിന് പ്രോഫിറ്റബിളായി നമ്മെപ്പോഴും നമ്മോട് തന്നെ ചോദിച്ചു കൊണ്ടിരിക്കണം. എൻ്റെ ജീവിതം എന്തുമാത്രം കർത്താവിന് പ്രോഫിറ്റബിളായി? എൻ്റെ കഴിവുകൾ, എൻ്റെ സാധ്യതകൾ, എൻ്റെ ഫാമിലി, എൻ്റെ പണം, എൻ്റെ ബന്ധങ്ങൾ, ഇതിലൂടെ എല്ലാം എന്തുമാത്രം കർത്താവിന് മഹത്വമുണ്ടായി? സഹോദരങ്ങൾ, വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണിത്. പരിശുദ്ധ വചനത്തിലൂടെ ആത്മ പഠിപ്പിക്കുകയാണ്. നമ്മൾ അനുതപിക്കണം. നമുക്ക് അനുതപിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ. ഇത് അനുതപിക്കേണ്ട സമയമാണ്. റിപ്പന്റ് ചെയ്യണം നമ്മൾ. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 3-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയാണ്, അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും. സാർദീസിലെ സഭയ്ക്ക് കർത്താവ് കൊടുക്കുന്ന മുന്നറിയിപ്പാണിത്. നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുക, അനുതപിക്കുക. സാർദീസിലെ സഭയോട് കർത്താവ് പറയുക, റിപ്പന്റ്, അനുതപിക്കുക. കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ എന്റെയും നിങ്ങളുടെയും പേരുകൾ എഴുതപ്പെടണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ അനുതപിക്കണം. നമ്മുടെ പാപങ്ങളെ ഓർത്ത്, നമ്മൾ ചെയ്തു പോയ അവിശ്വസ്തതകളെ ഓർത്ത്, അനുസരണക്കേടുകളെ ഓർത്ത്, കർത്താവിനോട് കാണിച്ച നിന്ന അപമാനങ്ങളെ പ്രതി എല്ലാം നമ്മൾ അനുതപിക്കണം. സാർദീസിലെ സഭയോട് കർത്താവ് പറയുക, നീ അനുതപിക്കുക, നീ റിപ്പന്റ് ചെയ്യുക. തുടർന്ന് എന്താണ് ആത്മാവ് പറയുന്നത്? നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുകയില്ല. എത്ര ഭീകരമായൊരു വചന സഹോദരങ്ങളത്. നമ്മുടെ മരണം നമുക്ക് എപ്പോഴാണെന്ന് അറിയില്ല. കർത്താവ് നമ്മളെ പിടികൂടും, കർത്താവ് നമ്മളെ സന്ദർശിക്കും. ആ ഭോഷനായ ധനികനോട് കർത്താവ് പറഞ്ഞു, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ ആവശ്യപ്പെട്ടാൽ ഈ സമ്പാദ്യവും ഈ സ്വത്തും ഈ സകലതും ആരുടേതാണ്? നത്തിങ്, ഒന്നുമില്ല സഹോദരങ്ങളെ. ഒരു മുട്ടുസൂചി വരെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇന്ന് ഈ പ്രഭാതം ഞാൻ കണ്ടത്, ഈ സമയം വരെ ഞാൻ ജീവനോടെ ആയിരുന്നത് എൻ്റെ ആരോഗ്യബലം കൊണ്ടല്ല, എൻ്റെ ബുദ്ധിബലം കൊണ്ടല്ല, എൻ്റെ കർത്താവിൻ്റെ കാരുണ്യം കൊണ്ടാണ്. അവിടുന്ന് എന്നോട് കാണിച്ച വിശ്വസ്തത കൊണ്ടാണ്. അതുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് പാട്ടുകാരൻ പാടിയത്, ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ, എന്നാലോ നാമുക്കൊരു നാൾ കൂടി പ്രിയനെ പാടി സ്തുതിക്കാം. എന്റെ സഹോദരങ്ങളെ, നമ്മളെക്കാൾ ആരോഗ്യ ബലമുള്ളവരെ, പണത്തിന്റെ ബലമുള്ളവരെ, വിദ്യാഭ്യാസത്തിന് ബലമുള്ള പലരും
ഇന്ന് ഈ പ്രഭാതത്തിൽ ഉണർന്നില്ല. സൈലന്റ് അറ്റാക്ക് വന്ന് പലരും മരിച്ചുപോയി. പലർക്ക് സ്ട്രോക്ക് വന്ന് അവർ മരണപ്പെട്ടു. അനേകർ ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് യാത്രയായി. എന്നാൽ ഒരു ദിനം കൂടെ നമ്മുടെ ആയുസ്സിനോടൊപ്പം കർത്താവ് കൂട്ടിച്ചേർത്ത്. എന്തിനു വേണ്ടി? കർത്താവിനെ സ്നേഹിക്കാൻ, അവനോട് ചേർന്ന് ജീവിക്കാൻ, അവന്റെ വചനത്തെ ആദരിക്കുവാൻ, അവന്റെ സഭയെ കരുതുവാൻ, അവന് വേണ്ടി ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ ഒരു ദിനം കൂടെ നമുക്ക് സൗജന്യമായി കർത്താവ് നൽകി. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അഭിഷേകം ശക്തമായി കർത്താവ് പകരുന്ന സഹോദരങ്ങളെ, ആഗ്രഹമുള്ളവർ സ്വീകരിച്ചോ. ആത്മാവ് തരുന്ന ഈ അഭിഷേകം സ്വീകരിച്ചോ, ഏറ്റെടുത്തോ. കുടുംബങ്ങളിലേക്ക്, മക്കളിലേക്ക്, തലമുറകളിലേക്ക് അനോയിന്റിംഗ് റിസീവ് ചെയ്തോ. നിത്യജീവന്റെ അഭിഷേകം, നിത്യതയുടെ വെളിച്ചം അനേകർക്ക് നൽകണമേ. നീ അനുദപിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കള്ളനെ പോലെ പിടികൂടും. കള്ളൻ എപ്പോഴാ വരും നമുക്കറിയോ സഹോദരങ്ങളെ? കള്ളൻ എപ്പോഴാ വരും എന്ന് അറിഞ്ഞാൽ പിന്നെ കള്ളനെ കക്കാൻ പറ്റുമോ? നമ്മൾ അറിയാത്ത സമയത്ത്, നമ്മൾ നന്നായി ഗാഢമായി ഉറങ്ങുന്ന സമയത്ത് വന്ന് അവന് വേണ്ടതല്ല അവൻ മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. കർത്താവ് പറഞ്ഞാൽ കള്ളനെ പോലെ നിന്നെ പിടികൂടും. നീ അനുദപിക്കണം. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതപ്പെടുവാൻ നീ എന്നോടുകൂടെ ജീവിക്കണം ഈ ലോകത്തിൽ. പാസ്പോർട്ടിലും റേഷൻ കാർഡിലും ആധാറിലും പാൻ കാർഡിലും എന്തിന് ഗിന്നസ് ബുക്കിൽ വരെ പേര് വന്ന നല്ല കാര്യമാണ് അതൊക്കെ. പക്ഷേ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ എന്റെയും നിന്റെയും പേര് എഴുതപ്പെടുന്നില്ലെങ്കിൽ ഇവിടെയൊക്കെ പേര് എഴുതപ്പെട്ടിട്ട് എന്ത് കാര്യം? എല്ലാം മായ, സകലതും മായ. എൻ്റെ സഹോദരങ്ങളെ, ഇതിലൊന്നും വലിയ കാര്യമായ പ്രയോജനങ്ങളില്ല. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടാനല്ല ആത്മാവ് പറയുന്നത്. ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോഴും ഈ ലോകത്തിൽ നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിക്കുക. നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിക്കുക. ഇതാണ് നമ്മുടെ ദൗത്യം, നമ്മുടെ ഉത്തരവാദിത്വം. അതാണ് സഹോദരങ്ങളെ നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ ഈ ജീവിതത്തിന് ഉത്തരവാദിത്വം ആർക്കാ? നമ്മുടെ ഭാര്യയ്ക്കാണോ? നമ്മുടെ ഭർത്താവിനാണോ? അപ്പനാണോ? അമ്മയ്ക്കാണോ? വികാരിയച്ഛനാണോ? നമ്മുടെ അധികാരികൾക്കാണോ? അല്ല സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിന് മുഴുവൻ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെയാണ്. മറ്റാരെയും ഞാൻ പഴിചാരണ്ട. എന്നോട് കർത്താവ് ചോദിക്കുക, നീ എങ്ങനെ ഈ ജീവിതം ഉപയോഗിച്ചു? ഈ ജീവിതത്തെ നീ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? ഞാൻ നിനക്ക് ദാനമായി തന്ന ഈ ജീവിതം കൊണ്ട് നീ എന്നെ എന്തുമാത്രം മഹത്വപ്പെടുത്തി? ഈ ലൈഫ് എനിക്ക് എന്തുമാത്രം പ്രോഫിറ്റബിളായി? വ്യക്തിപരമാണ് കർത്താവിൻ്റെ ചോദ്യം. വ്യക്തിപരമാണ്. കൂടെ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നും ഉണ്ടാവില്ല. ഞാനും എൻ്റെ കർത്താവും ഫേസ് ടു ഫേസ്, ഞാനും എൻ്റെ ഈശോയും ഒറ്റയ്ക്കാണ് സഹോദരങ്ങളെ. ഈ സത്യം മനസ്സിലാക്കുക. അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. അതിൻ്റെ അവസാനത്തേക്ക് വേഗത്തിലൊന്ന് വരികയാണ്. പ്രവർത്തികൾക്കനുസരിച്ചാണ് പ്രതിഫലം. പൊസിഷൻ നോക്കിയിട്ടല്ല. ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, വക്കീലാണോ, പ്രൊഫസറാണോ, ടീച്ചറാണോ, വലിയ ഒഫീഷ്യലാണോ, ഈ ലോകത്തിൽ ഉന്നതനായ സ്ഥാനികനാണോ, നീ പണ്ഡിതനാണോ, നീ പാമരനാണോ, സുന്ദരനാണോ, വിരൂപനാണോ, ഇതൊന്നും നോക്കിയിട്ട് അതൊക്കെ ഈ ലോകത്തിലാണ്. പൊസിഷൻസ് ഒക്കെ ഈ ലോകത്തിലാണ്. നിത്യതയിൽ പ്രവൃത്തി മാത്രമേ ഉള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പൊസിഷൻ അനുസരിച്ചല്ല, പ്രവൃത്തികൾക്കനുസൃതമായി വിധിക്കപ്പെടും. പ്രവൃത്തികൾക്കനുസരിച്ചാണ് കർത്താവ് പ്രതിഫലം തരുന്നത്. വെളിപാട് പുസ്തകം 22:12 പെട്ടെന്ന് വായിക്കണം. 22:12 എന്താ പറയുന്നത്? ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്ക് അനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 16:27 പെട്ടെന്ന് ഉണർവോടെ വചനം വായിച്ച്. മത്തായി 16:27 എന്താണ് വചനം പഠിപ്പിക്കുന്നത്? മനുഷ്യപുത്രൻ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ
ഓരോരുത്തർക്കും തന്താങ്ങളുടെ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും. വീണ്ടും പൗലോസ്ലീഹ റോമാക്കാർക്ക് ഇത് ലേഖനം 2:6 വന്നേ, എന്തെന്നാൽ ഓരോരുത്തർക്കും തന്താങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ച് കർത്താവ് പ്രതിഫലം നൽകും. 1 കൊരിന്തോസ് 3:8 ആ വാക്യം കൂടി പെട്ടെന്നൊന്ന് വായിക്കാം. എന്താ അവിടെ വചനം പറയുന്നത്? നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്, ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും. നമ്മുടെ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചെയ്തികൾ അനുസരിച്ച് നമ്മുടെ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ തക്ക കൂലി ഓരോരുത്തർക്കും കർത്താവ് നൽകും. നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം കർത്താവ് തരും. അത് ചിലർക്ക് ശിക്ഷാവിധിയാകും, മറ്റു ചിലർക്ക് നിത്യജീവനാകും. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ചിലർക്ക് ഇറ്റേണൽ പണിഷ്മെന്റ്, എന്നാൽ ചിലർക്ക് ഇറ്റേണൽ ലൈഫ്. ഇതിലേതിലാണ് ഞാനും നീയും ഉൾപ്പെടുക എന്ന് ചിന്തിച്ചു വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുഞ്ഞാടിലെ ജീവഗ്രന്ഥത്തിൽ നമ്മുടെ പേര് എഴുതപ്പെടട്ടെ. നമ്മൾ എത്ര ബ്ലെസ്സഡ് ആണ്, അവരാണ് ഭാഗ്യവാന്മാർ. കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവരെല്ലാം അതിൽ പ്രവേശിക്കും. സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ അവരുടെ നിത്യത അവർ ചെലവഴിക്കുകയാണ്. ഈ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടും, നിത്യ നരകത്തിലേക്ക് എറിയപ്പെടും. ഇത് ആരെയും ഭയപ്പെടുത്താനോ വിഷമിപ്പിക്കാനല്ല, ഇത് കർത്താവിൻ്റെ സത്യവചനമാണ്. ഇത് പരിശുദ്ധ സഭയുടെ സത്യപ്രബോധനമാണ്. ഈ സത്യം മനസ്സിലാക്കി നമ്മൾ ഒരുങ്ങുക. വെളിപാട് 22:11 അതുകൊണ്ടാണ് കർത്താവ് ഒരു വാണിംഗ് തരുന്നത്. അനീതി ചെയ്തിരുന്നവർ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. ഇത്രയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയും ഇത്രയും സത്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചും അനുദപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, പാപം ഉപേക്ഷിക്കുവാൻ, വെറുപ്പ് ഉപേക്ഷിക്കുവാൻ, എളിമപ്പെടുവാൻ, സ്നേഹിക്കുവാൻ നമ്മൾ തയ്യാറാകാതെ പാപസുഖങ്ങളിലും അനീതിയിലും ജീവിക്കുന്നവരോട് കർത്താവ് പറയാ, നീ അനീതി ചെയ്തോ, നീ അനീതി പ്രവർത്തിച്ചോ, പാപക്കര പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. നീ പാപത്തിന് സുഖങ്ങൾ ആസ്വദിച്ചോ, നീ അത് എൻജോയ് ചെയ്തോ. അതിനർത്ഥം എന്താണെന്നറിയോ? ഞാൻ നിന്നെ നിത്യതയിൽ കണ്ടുകൊള്ളാം, നീതിവിധിയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ കണ്ടുകൊള്ളാം. കഠിന വാക്കാട്ടോ, ഒരു ദാക്ഷിണ്യമില്ലാത്ത വാക്ക. കർത്താവ് കരുണാമയനാണ്. നമ്മൾ ഇന്ന് വചനത്തിൽ കണ്ടൊപ്പം അവൻ നീതിയുടെ രാജാവാണ്, നീതിമാനായ ദൈവമാണ്. ചില കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസും കർത്താവിനില്ല. കർക്കശ സ്വഭാവക്കാരനാ നമ്മുടെ കർത്താവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സഹോദരങ്ങളെ, പാപം ഉപേക്ഷിക്കേ. ഒത്തിരി മക്കൾ വെറുപ്പോടെ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ വെറുപ്പ് വിട്ടാൽ വെറുപ്പ് നമ്മളെ നശിപ്പിക്കും. ക്ഷമിക്കുവാൻ തയ്യാറാകുക, എളിമപ്പെട്. ഒരു സോരി ചോദിച്ചാൽ തീരുന്ന വിഷയമേ നമുക്കുള്ളൂ. ഒന്ന് എളിമപ്പെട്ടുകൂടെ? എന്തിനീ അനാവശ്യമായ ഈഗോ? എല്ലാം വിട്ടുകളയെ. കർത്താവിനെ പ്രതി, നിത്യജീവനെ പ്രതി, അനുതാപത്തിൻ്റെ, വിശുദ്ധീകരണത്തിൻ്റെ, കൃപയുടെ, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് കർത്താവിനോട് ചേർന്നായിരിക്കാം. നമുക്കതിനു വേണ്ടി ഈ വരുന്ന ആരാധന ശുശ്രൂഷയിൽ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറയുകയാണ് സഹോദരങ്ങളെ. 2 ദിനങ്ങൾ പിന്നിട്ടു ശുശ്രൂഷയുടെ. ഇനി 3 ദിനങ്ങൾ കൂടിയുണ്ട്. നിങ്ങൾ അനേകരോട് ശുശ്രൂഷ പറയണം. നമ്മുടെ പേരുകളെല്ലാം കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടതായി ഉറപ്പ് വരുത്തി നമ്മൾ ജീവിക്കണം. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. അതിനുള്ള ഒരു ജീവിത ക്രമീകരണമാണ് ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മ നമുക്ക് തരുന്നത്. നമ്മുടെ മക്കളെ, യുവജനങ്ങളെ കേൾപ്പിക്കുക. ഇവിടെ നയിക്കുന്ന പോസ്റ്ററുകളും അതിൻ്റെ ലിങ്കുകളൊക്കെ നിങ്ങൾ അനേകർക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ ഒത്തിരി മക്കളെ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അത് വലിയൊരു ഇവാഞ്ചലൈസേഷനാണ്, സുവിശേഷ വേലയാണ്. ഒപ്പം സഹോദരങ്ങളെ, ഡിസംബർ 1 മുതൽ ഡിസംബർ 6 വരെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ടീം ഷെക്കേനിയുടെ നേതൃത്വത്തിലുള്ള ഡുനാമിസ് പവർ ധ്യാനം നിങ്ങൾ പലരും അറിഞ്ഞു കാണും. അറിയാത്തവരുടെ ശ്രദ്ധയ്ക്കാണിത് പറയുന്നത്. കാലത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ നമുക്ക് വലിയൊരു ദൗത്യമുണ്ട് സഹോദരങ്ങളെ.
കർത്താവിൻ്റെ രാജ്യത്തെ വിസ്തൃതമാക്കുക, കർത്താവിൻ്റെ സഭയെ പടുത്തുയർത്തുക, കർത്താവിനായി അനേകം ആത്മാക്കളെ വീണ്ടെടുക്കുക. ഈ ദൗത്യത്തിനായി പരിശുദ്ധാത്മ നമ്മളെ അഭിഷേകം ചെയ്യുന്ന കൃപയുടെ 5 ദിനങ്ങളാണ് ഡുനാമിസ് ധ്യാനത്തിലൂടെ സ്വർഗം നമുക്ക് തരുന്നത്. വ്യക്തിപരമായൊരു അഭിഷേകം, കുടുംബപരമായൊരു അഭിഷേകം, കൂട്ടായ്മയായിട്ടുള്ളൊരു അഭിഷേകം സ്വീകരിക്കുവാൻ ഈശോയുടെ നാമത്തിൽ നിങ്ങളേവരെയും ഈ ധ്യാന ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വിളിക്കുകയാണ്. നിങ്ങളിപ്പോൾ തന്നെ നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യണം. ഇനി ആരെങ്കിലും ബുക്ക് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ, ഈ ധ്യാനത്തെക്കുറിച്ച് അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനേകരോടത് പറയണം. അവിടെ അതിൻ്റെ ഫോൺ നമ്പറുകളെല്ലാം ഉണ്ട്. ആ ഫോൺ നമ്പറുകളിൽ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഉപകാരികളെ, സ്നേഹിതരെ എല്ലാം ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിച്ചൊരുക്കി ഈ ധ്യാന ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നാളെ തന്നെ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്രമപ്പെടുത്തുക. അതൊത്തിരി ബ്ലെസ്സിങ് ആണ് സഹോദരങ്ങളെ. ഈ 5 ദിവസങ്ങൾ നമുക്ക് ഒന്നിച്ച് കാണാം, ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു മനസ്സോടെ ഈശോയെ ആരാധിക്കാം. അങ്ങനെ ആത്മാവ് തരുന്ന നവമായ അഭിഷേകം സ്വീകരിച്ച് കർത്താവിനും സഭയ്ക്കുമായി ജ്വലിക്കുന്ന ആത്മാക്കളായി നമുക്കെല്ലാം രൂപപ്പെടാം. അതിനായി ഈശോ നമ്മളെ സഹായിക്കട്ടെ. ഒപ്പം നിങ്ങൾ ഷെക്കൻ ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയെ മറന്നിട്ടില്ലല്ലോ അല്ലേ? എൻ്റെ സഹോദരങ്ങളെ, വലിയ ഞെരുക്കുണ്ട്. ഞാൻ കുറച്ച് നാളുകളായി നിങ്ങളിത് പറഞ്ഞിട്ട്, കാരണം പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ നമുക്കൊക്കെ ഒത്തിരി ഞെരുക്കുള്ളൊരു സമയമാണ്. സാലറി കൊടുക്കാൻ പോലും നമുക്ക് പറ്റാത്ത വിധം ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഒത്തിരി പേയ്മെൻറ്റുകൾ നമുക്ക് കൊടുത്ത് തീർക്കാനുണ്ട്. ഇത് പറയുന്നത് ഇതൊരു പിരിവായിട്ടല്ല. ഈശോയെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന നിങ്ങളോട് മാത്രമേ ഇത് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഞെരുക്കമാണെങ്കിൽ ഞെരുക്കത്തിൻ്റെ ആ അവസ്ഥയിൽ അവിധവയുടെ കൊച്ചു കാശ് പോലെ നിങ്ങൾ സ്നേഹത്തോടെ ഈ മാധ്യമ ശുശ്രൂഷ കർത്താവിൻ്റെ സഭയ്ക്കും ദൈവജനത്തിന് അനുഗ്രഹമായി വളരുവാൻ നിങ്ങളിതിനെ സഹായിക്കണം. സാമ്പത്തികമായി കർത്താവ് അനുഗ്രഹിച്ച പലരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കണക്ക് നോക്കാതെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് കൊടുക്കുക. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കളെ പ്രതി, നമ്മുടെ സഭയെ പ്രതി നിങ്ങൾ സ്നേഹത്തോടെ നൽകുമ്പോൾ അതിനുള്ള പ്രതിഫലം കർത്താവ് തരും. അവിടുന്ന് പ്രതിഫലം നൽകുന്നവനാണ്. തക്ക കൂലി ഈശോ നമുക്ക് തരും സഹോദരങ്ങളെ. ആ സ്നേഹത്തോടെ നിങ്ങൾ ഒരു സമർപ്പണം നടത്തണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അതിന് വേണ്ട ഒരു സ്നേഹത്തിൻ്റെ ഒരു സമർപ്പണം നടത്തി ഇതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്ന് സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോ ആശീർവദിക്കട്ടെ.